ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാലൻസ് ഷീറ്റിലാണ് 12 ഷെഡ്യൂളുള്ളത്. 13, 14, 15, 16 പി ആൻഡ് എൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഷെഡ്യൂൾ നമ്പർ 1 എന്താണ്? ക്യാപിറ്റലാണ്. സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. തേർഡ് ഡെപ്പോസിറ്റ് ആണ്. ഫോർത്ത് ബോറോയിങ്സ് ആണ്. ഫിഫ്ത്ത് അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് ലയബിലിറ്റി സൈഡിൽ വരുന്നത്. ബാക്കി 7 ഷെഡ്യൂൾസും അസറ്റ് സൈഡിലാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് വരുന്നത്. നെക്സ്റ്റ് അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് RBI, അത് ഷെഡ്യൂൾ 6. ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഈ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് തന്നിട്ടില്ലെങ്കിൽ ആ ഷെഡ്യൂളിൽ അത് വരില്ല. അത് നമ്പർ 7. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് 8, അഡ്വാൻസസ് 9, ഫിക്സഡ് അസറ്റ് 10, അതർ അസറ്റ് 11. ഇത്രയും വരുമ്പോൾ അസറ്റിൻ്റെ ടോട്ടലായി. അപ്പോൾ അസറ്റിൻ്റെ ടോട്ടലായി, ലയബിലിറ്റിയുടെ ടോട്ടലായി. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട് കണ്ടിജൻ്റ് ലയബിലിറ്റീസ്. കണ്ടിജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ജസ്റ്റ് ഫുട് നോട്ടായിട്ട് എഴുതി വെക്കുന്ന ഒരു ഐറ്റമാണ്. അതായത് ആ ടോട്ടലിൽ അത് വരില്ല, ജസ്റ്റ് ആ എമൗണ്ട് ഫുട് നോട്ടായിട്ട് എഴുതി വെക്കുന്ന ഐറ്റമാണെന്ന് നിങ്ങൾ +2 പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കണ്ടിജൻസീസ് അല്ലെങ്കിൽ കണ്ടിജൻ്റ് ലയബിലിറ്റീസ്? അതാണ് ഷെഡ്യൂൾ 12 വരുന്നത്. കണ്ടിജൻ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതിപ്പോൾ ഒരു ലയബിലിറ്റി അല്ല, പക്ഷേ ഭാവിയിൽ അതെന്തായി മാറാം? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ പൈസ അടയ്ക്കാത്ത സാഹചര്യം വരികയോ അങ്ങനെ എന്തെങ്കിലും അവസരം വരുമ്പോൾ അത് ലയബിലിറ്റി ആയിട്ട് മാറാം. അതുകൊണ്ടാണ് അത് ലയബിലിറ്റി ആയിട്ട് മാറുമ്പോൾ നമ്മൾ എന്താണ് അതർ ലയബിലിറ്റീസിൽ അത് വരും. പക്ഷേ അത്ര നാളും അത് കണ്ടിജൻ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 12 ജസ്റ്റ് എഴുതിയിടുകയേ ഉള്ളൂ. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലിൽ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. പിന്നെ ഒരു ഐറ്റമാണ് ബിൽ ഫോർ കളക്ഷൻ. അത് ജസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി, അതിന് ഷെഡ്യൂൾസും ഇല്ല. നെക്സ്റ്റ് ഷെഡ്യൂൾ 1 ക്യാപിറ്റലിൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഉണ്ടാവാം, പിന്നെ അതുപോലെ ബാങ്ക്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ടാവാം. എന്തായാലും അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മിക്കവാറും വരാറ് എന്താണ്? എത്ര രൂപ? 10 ലക്ഷം രൂപ ക്യാപിറ്റൽ, അതിൽ 8 ലക്ഷമാണ് പെയ്ഡപ്പ് ഉള്ളൂവെങ്കിൽ ആ 8 ലക്ഷം എടുത്താൽ മതി. കൂടെ അതിൻ്റെ ഒപ്പം എന്ത് എഴുതണം? ഫോർഫീറ്റർ ഷെയർസും കൂടി ആഡ് ചെയ്യണം. അതല്ല എങ്കിൽ കോൾഡപ്പ് ക്യാപിറ്റൽ ആണെങ്കിൽ കോൾഡപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയർ, അതായത് കിട്ടാത്ത പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളതിനാണ് ഈ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കണമെങ്കിൽ അത് കുറച്ചിട്ടുള്ള പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയാണോ അത്, ഫോർഫീറ്റർ ഷെയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടാണ് ക്യാപിറ്റൽ എന്നുള്ള ഷെഡ്യൂളിൽ വരുന്നത്. എന്നിട്ട് ഈ ടോട്ടലാണ് ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞ ഫോർമാറ്റിലെ ക്യാപിറ്റലിൻ്റെ നേരെ എടുത്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 വരുന്നതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി P&L പറഞ്ഞു കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റി വെക്കണമെന്ന്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. രണ്ടാമത്തത് ക്യാപിറ്റൽ റിസർവ്. മൂന്നാമത്തത് സെക്യൂരിറ്റീസ് പ്രീമിയം. 4 റവന്യൂ ആൻഡ് അതർ റിസർവ്. ദെൻ 5 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ്, അതായത് പ്രോഫിറ്റ്. ഇത്ര ഐറ്റമാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഓപ്പണിംഗ് ബാലൻസ്, അഡീഷൻസ്, ഡിഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒപ്പം ഈ വർഷത്തത് ആഡ് ചെയ്യുക. എന്തെങ്കിലും നമ്മളോട് ഡിഡക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. അത് ഓരോ ഐറ്റത്തിൽ നിന്നും അങ്ങനെ തന്നെ. പൊതുവേ നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ആഡ് ചെയ്യാനും ഡിഡക്റ്റ് ചെയ്യാനൊന്നും വരാറില്ല. ജസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, പ്രീമിയം അതൊക്കെ എഴുതാനേ വരാറുള്ളൂ. പിന്നെ ഒരു 2 വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഹെഡിങ്സ് മാത്രം ഈ ഷെഡ്യൂളുകളിൽ എഴുതിയാൽ മതി, ഫോർമാറ്റാണ് ചോദിക്കണമെങ്കിൽ. അതല്ല ക്വസ്റ്റ്യൻ അല്ലാതെ ചോദിക്കുന്നതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻസിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലെങ്കിൽ അതിൻ്റെ അഡീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അഡീഷൻസ് ഉണ്ടാവുള്ളൂ, അത് ആഡ് ചെയ്യേണ്ട കാര്യം വരുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് റിസർവുകളും ഐറ്റംസ് ഓരോന്ന് എഴുതി അതിൻ്റെ ടോട്ടൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഷെഡ്യൂൾ 3 ആൻഡ് ഷെഡ്യൂൾ 4 ആണ്. അതിൽ ഷെഡ്യൂൾ 3 പറഞ്ഞാണ് ഡെപ്പോസിറ്റ്. നമുക്കറിയാം മെയിനായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. അത് ഔട്ട്സൈഡ് ഇന്ത്യയും വരാം, അതേപോലെ വിതിൻ ഇന്ത്യയും വരാം. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 3 ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഇത് 3 ക്വസ്റ്റ്യനിൽ വരാറുള്ളൂ. അത് 3 മാത്രം നിങ്ങൾ അതിനകത്ത് പഠിച്ചാൽ മതി. അതെല്ലാം എഴുതി അതിൻ്റെ ടോട്ടൽ എടുത്ത്
മെയിൻ ഫോർമാറ്റിലേക്ക് എഴുതുക. ദെൻ ഷെഡ്യൂൾ 4 ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യണത്, മറ്റു ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യണത്, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഏജൻസീസിൽ നിന്നും ബോറോ ചെയ്യുന്നത്, അതായത് കടം വാങ്ങിക്കുന്നത്. പിന്നെ വിത്തിൻ ഇന്ത്യക്കുള്ളിൽ നിന്ന് കടം വാങ്ങിക്കാം, ഇന്ത്യക്ക് പുറത്തു നിന്നും കടം വാങ്ങിക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണോ നമ്മൾ ബോറോ ചെയ്യുന്നത് അതെല്ലാം എഴുതി അതിൻ്റെ ടോട്ടലായിരിക്കണം എടുത്ത് ഫോർമാറ്റിലേക്ക് എഴുതേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഷെഡ്യൂൾ 5 അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്. അതായത് ബാക്കി എല്ലാ ലയബിലിറ്റി, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇൻട്രസ്റ്റ് അക്രൂഡ്, അങ്ങനെയുള്ള ബാക്കി എല്ലാ, അതായത് പ്രൊവിഷൻസ്, ബാക്കി എല്ലാ ലയബിലിറ്റീസും പ്രൊവിഷൻസും നമ്മൾ ഏതിലെഴുതും? ഷെഡ്യൂൾ 5 എഴുതും. അത് ടോട്ടൽ ചെയ്തിടാം. അടുത്ത ഷെഡ്യൂള് ക്യാഷ് ആൻഡ് ബാലൻസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കറണ്ട് അക്കൗണ്ടിലായിട്ടോ മറ്റ് അക്കൗണ്ടുകളിലായിട്ടോ നമ്മുടെ അക്കൗണ്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂള് 6 വരുന്നത്. ഷെഡ്യൂൾ 7 ബാലൻസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ബാലൻസ് വിത്ത് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് അറ്റ് എ ബാങ്ക് എന്ന് പറയില്ല, അത് ക്യാഷ് ഇൻ ഹാൻഡ് മറ്റേലാണ് ഇവിടെ. പിന്നെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യണത് മറ്റേലാണ്. മറ്റ് ബാങ്കുകളിൽ കറണ്ട് അക്കൗണ്ടിലായിട്ടോ ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളിലായിട്ടോ മറ്റു ബാങ്കുകളിൽ വിതിൻ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഉള്ള ഇതാണ് ബാലൻസ് വിത്ത് ബാങ്ക് എന്നുള്ളതിൽ വരുന്നത്. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, അത് തന്നിട്ടുണ്ടാവും, അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. ആ ടോട്ടൽ എടുത്ത് വേണം നമ്മൾ എവിടെ എഴുതാനായിട്ട്? ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലേക്ക്. ഇനി 8ാമത്തെ ഷെഡ്യൂൾ 8 ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഇന്ത്യക്ക് അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. എന്തായാലും ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ വരും? ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ മറ്റ് ഷെയറിലോ ഡിബഞ്ചറിലോ ബോണ്ടിലോ മറ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിലോ എവിടേക്കാണോ നമ്മൾ പുറത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ എല്ലാം ടോട്ടൽ എടുത്തിട്ട് ഇവിടെ എഴുതുക. ആ ഐറ്റംസ് ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽ എടുത്തിട്ട് ഫോർമാറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നേരെ എഴുതുക. നെക്സ്റ്റ് അഡ്വാൻസസ്. അതായത് നമ്മൾ ബാങ്കാണല്ലോ, അപ്പോൾ ബാങ്ക് മറ്റുള്ളവർക്ക് ലോൺ കൊടുക്കും, അത് ബാങ്കിൻ്റെ അസറ്റാണല്ലോ. അതായത് നമ്മൾ പഠിച്ചത് ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ടേം ലോണ്, അങ്ങനെ കൊടുക്കുന്ന എല്ലാ ലോണുകളും അത് ഇന്ത്യക്ക് അകത്തായാലും പുറത്തായാലും പ്രയോറിറ്റി സെക്ടേഴ്സിനായാലും പബ്ലിക് സെക്ടറിനായാലും അസറ്റ് സെക്യൂരിറ്റി വാങ്ങിച്ചുകൊണ്ടായാലും അല്ലെങ്കിലും എല്ലാ അഡ്വാൻസസും നമ്മൾ ഏതിലാണ് വരുന്നത്? ഷെഡ്യൂൾ 9. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് 3 വരുള്ളൂ: ടേം ലോൺ, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്. ഇത് 3 പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുള്ളൂ. ആദ്യത്തെ 3 അത് മാത്രം ഷെഡ്യൂളിൽ ചെയ്താലും, ഷെഡ്യൂൾ കാണാതെ പഠിക്കുമ്പോൾ അത് മാത്രം പഠിച്ചാലും മതി. ദെൻ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ എല്ലാ ഫിക്സഡ് അസറ്റും വരും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ഫിക്സഡ് അസറ്റ് കാണിക്കാൻ. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ചെയ്ത് ആ ടോട്ടൽ എടുത്ത് നമ്മുടെ ഫോർമാറ്റിൽ എഴുതണം. നെക്സ്റ്റ് ഷെഡ്യൂൾ 11 ആൻഡ് 12 അതർ അസറ്റും കണ്ടിൻജന്റ് ലയബിലിറ്റീസും. അതിൽ അതർ അസറ്റിൽ വന്നത് ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡെബിറ്റ് ബാലൻസ്. ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതർ അസറ്റിലും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതർ ലയബിലിറ്റീസിലുമാണ് വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ബിൽസ് റിസീവബിൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതർ അസറ്റ്സിൽ വരുന്നത്. ദെൻ 12 കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ ബാങ്ക് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. ഇതുവരെ അത് ഡെപ്റ്റായിട്ട് കണക്കാക്കിയിട്ടില്ല, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കണക്കാക്കുമ്പോൾ അത് ലയബിലിറ്റി ആയിട്ട് വരും. പക്ഷേ ഇതുവരെ അല്ലാത്തത് കൊണ്ട് അത് കണ്ടിൻജന്റ് ലയബിലിറ്റിയിൽ വരും. പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലയബിലിറ്റി, അത് തരുന്നൊരു പ്രതീക്ഷയുണ്ട്, തരൂല എന്ന് ഉറപ്പായാൽ മാത്രമേ അത് ലയബിലിറ്റി ആവുള്ളൂ. പിന്നെ ഗ്യാരണ്ടി ഗിവൺ ഓൺ ബിഹാഫ് ഓഫ് എ കോൺസ്റ്റുവൻറ്റ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് മെയിനായിട്ട് കണ്ടിൻജന്റ് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 12 ഷെഡ്യൂൾസിൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മിക്കവാറും തന്നെ ഫോർമാറ്റാണ് നമുക്കിതിനകത്ത് ചോദിക്കാറ്. ആ ഫോർമാറ്റ് പഠിച്ച് നമുക്ക് ഫോർമാറ്റിലെ എല്ലാ ഐറ്റമൊന്നും പഠിക്കേണ്ട, പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം പഠിച്ച് ഫോർമാറ്റ് പഠിക്കാൻ ശ്രമിക്കുക.